ഹായ് ശിവാനി. ഹലോ ചേട്ടാ. ശിവാനി കോഴിക്കോടാണ്. കോഴിക്കോടാണ്. കോഴിക്കോട് നല്ല നാടാണ് കേട്ടോ. ആ, ഇല്ലേ, അങ്ങനെയല്ലേ? നല്ല നാടാ. ആ. എനിക്ക് രണ്ട് സ്ഥലം ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, തിരുവനന്തപുരം കോഴിക്കോടും. ആ, എറണാകുളത്താണ് താമസിക്കുന്നത് കേട്ടോ. അപ്പം അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം പറഞ്ഞു വരുമ്പോൾ എല്ലാ നാടും ഇഷ്ടമാണല്ലേ നമുക്ക്. ഓരോ തരത്തിലാണ് ഓരോ പ്രത്യേകത. അതെ. കോഴിക്കോട് മ്യൂസിക്കിന് കുറച്ചുകൂടെ വേറൊരു തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഒരു സിംഗിങ് സ്റ്റൈലൊക്കെ ഭയങ്കര രസമാണ്. ഉള്ളിൽ നിന്ന് പാടുന്ന തരത്തിലുള്ള കുറേ ഗായകർ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് അല്ലേ? ആ. ഉം. എങ്ങനെയാ മ്യൂസിക്കൊക്കെ പഠിച്ചിതുവരെ എത്തി? അത് ഒരു കഥയാണ്. ആ കഥ കേൾക്കൂ, പറയൂ. കുഞ്ഞിലെ അച്ഛൻ നാട്ടിലില്ല. അച്ഛൻ ബോർഡറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അമ്മ, ഞാൻ, ഏട്ടൻ, അതായിരുന്നു ഞങ്ങളുടെ ഒരു ലോകം. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിലെ നമ്മൾ ഈ അക്ഷരം എഴുതി വായിക്കാൻ പോലും പറ്റാത്ത സമയമാണ്. ആ സമയത്ത് ഈ ടി വിയിൽ ചാഞ്ചാടിയാടി എന്ന് പറഞ്ഞ പാട്ട് വന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ പഠിച്ച് ഒരു ദിവസം അമ്മ ഇങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് ഞാനിത് പാടി പോലും. അമ്മ പറഞ്ഞ കഥയാണ്, ഇതിൽ എത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കേട്ടപ്പോഴാണ് അമ്മ റിയലൈസ് ചെയ്യണത്, ഓക്കെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമാണ്, മ്യൂസിക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ക്യാരിങ് ആവുന്ന സമയത്ത് ഫുൾ ടൈം പാട്ടായിരുന്നു എന്നൊക്കെ പറയണേ, കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പാട്ട് വന്നല്ലോ എന്നുള്ളൊരു സംഭവം. ആ സ്പോട്ടിൽ അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ കൊണ്ട് ചേർത്തു. നാട്ടിലൊരു സാറുണ്ട്, അവിടെ കൊണ്ടുപോയി പാട്ട് പഠിപ്പിച്ചു. സാറ് കേട്ടാൽ എന്നെ ഇപ്പോൾ ഓടിക്കും. ഇത് ഞാനവിടെ എനിക്ക് വഴക്ക് കേട്ടു. പ്രാക്ടീസ് ചെയ്യുമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ കള്ളം പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുമെന്ന്. കുഞ്ഞിലെ നമ്മുടെ പ്ലേ ടൈം മിസ്സായിട്ടാണല്ലോ അവിടെ പോയി പാട്ടിനിരിക്കുന്നത്, അതും സൺഡേയ്സൊക്കെ. അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്തെന്ന് കള്ളം പറഞ്ഞു. അടുത്ത ദിവസം അമ്മ വന്നു അവിടെ കൂടെ. സാറ് ചോദിച്ചു പ്രാക്ടീസ് ചെയ്യണ്ടോന്ന്. അപ്പം അമ്മ പറഞ്ഞു ഇല്ലയെന്ന്. എല്ലാവരുടെ മുന്നിലിട്ട് നല്ലോണം ചീത്തയായിട്ട്. കുഞ്ഞല്ല, നമുക്കത് പെട്ടെന്ന് ഇതായിപ്പോവും. പിന്നെ പേടിയായിരുന്നു പോകാനായിട്ട്. അങ്ങനെ കുറേ നാൾ അവിടെ നിന്ന് ബ്രേക്ക് എടുത്തു. പിന്നെ ആഫ്റ്റർ എ ലോങ് ടൈം വേറെ പഠിച്ച് വീണ്ടും അവിടെ തന്നെ എത്തി, സാറിൻ്റെ അടുത്ത് തന്നെ. സാർ എപ്പോഴും ഞാൻ പോയാലും സാർ അത് പറയും, ഇവള് ഇവിടുന്ന് പോയിട്ട് പിന്നെയും വന്നതാണ്. അങ്ങനെ ചാടിപ്പോയതാ, എന്നിട്ട് തിരിച്ചു വന്നതാ. അപ്പോൾ പാട്ട് ആദ്യം പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല? ഇല്ല. അത് ഇതാണ് ഈ കുഞ്ഞുനാളിലെ ഒരു ഫോഴ്സ് വരുന്ന പോലെ തോന്നും നമുക്ക്. ഒരു പിടുത്തം പിടിച്ച പോലെ ആയിപ്പോയി അത് പഠിക്കാൻ. അതൊരു സംഭവം, നമ്മളിങ്ങനെ ഫ്രീ മൈൻഡായി നടക്കല്ലേ, അതിനിടയിൽ പാട്ട് പഠിക്കണം. ഞായറാഴ്ച ആയ പാട്ട് ക്ലാസ്, അത് ഭയങ്കര ഇതായിപ്പോയി എനിക്ക്. പിന്നെ 8ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴാണ് ഈ കലോത്സവമൊക്കെ വരാൻ സമയത്ത് നമ്മളിങ്ങനെ ടീച്ചേഴ്സ് വിളിക്കണു, പാട്ട് പാടിക്കണം. അപ്പം നമ്മളൊരു ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ തുടങ്ങി കുറച്ചൊരു പീരീഡ് കഴിഞ്ഞപ്പോൾ. പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കോളേജ്, സ്കൂളിലെ പാട്ടുകാരി, കോളേജിലെ പാട്ടുകാരി, അതൊക്കെ. അപ്പോൾ ആ സമയത്ത് പിന്നെ കുറച്ചൊന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങി. മറ്റേ കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചോണ്ടിരുന്നത്, പിന്നെ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് അത് മനസ്സിലായി. അങ്ങനെ +2 പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഡിഗ്രി ഞാൻ മ്യൂസിക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായി, കാരണം ഈ ഫീൽഡിനെ കുറിച്ച് അറിയില്ലല്ലോ. കാണുന്നതും കേൾക്കുന്നതൊക്കെ വേറെയാണ്. വെച്ചാൽ അവർക്കൊരു പേടിയുണ്ടോ, പാരൻസിൻ്റെ സൈഡിലുള്ളൊരു ഭയം. അപ്പോഴും ഞാൻ കുറച്ച് കാലം നിന്നു, എനിക്കിത് തന്നെ വേണം, ഞാനിത് തന്നെ പഠിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാനതിൽ പോയപ്പോഴാണ് അയ്യോ എളുപ്പമല്ല. ഡിഗ്രിക്ക് പോയപ്പം 10 കിളി ഒരുമിച്ച് മാറി. അയ്യോ, കേൾക്കണതും കാണുന്നതൊന്നുമല്ല പാട്ട്. അവിടെ എത്തിയപ്പോൾ പിന്നെ കുറെ കഷ്ടപ്പെട്ടാ പഠിച്ചത്. അവിടെ എത്തിയപ്പോൾ വീണ്ടും കഷ്ടപ്പാടായി. പക്ഷെ പഠിച്ച് ഇങ്ങോട്ട് ഒരു ട്രാക്കിൽ കയറിയപ്പം മ്യൂസിക് നമ്മളെ ഒരു സ്ഥലത്തിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകും, ഒരു തലത്തിലോട്ട്. നമുക്ക് പിന്നെ നമ്മുടെ പ്ലഷർ മ്യൂസിക് ആവും. പിന്നെ നമുക്ക് നല്ലപോലെ ഒരു സാധനം പാടാൻ പറ്റി, അതാണ് എൻ്റെ ഹാപ്പിനെസ്. അങ്ങനെയായി. പിന്നെ വേറെ ഒന്നിലേക്കും പോവാതെ മ്യൂസിക് ഈസ് മൈ പ്ലഷർ, അതിലേക്ക് എത്തി, ആ ഒരു ലെവല്. അപ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചു. കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു, സ്വാതി തിരുനാൾ കോളേജിലാണ് പഠിച്ചത്. അവിടെ നിന്ന് ചെറിയ 2nd റാങ്കൊക്കെ മേടിച്ച് പാസ്സായി. ഇപ്പം MA ജോയിൻ ചെയ്തു RLB കോളേജിലാണ്, ഇവിടെ എറണാകുളം. അപ്പം എനിക്ക് തിരുവനന്തപുരം എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള സ്ഥലമാണ്, കാരണം എൻ്റെ ഡിഗ്രി മൊത്തം ഞാൻ എക്സ്പ്ലോർ ചെയ്തത് അവിടെയാണ്. അവിടുത്തെ സ്ഥലങ്ങൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടുത്തെ കൾച്ചർ നമ്മുടെ കോഴിക്കോട് നിന്നും എൻറ്റയർലി ഡിഫറെൻ്റാണ്. അതെനിക്ക് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്താ ഇങ്ങനെ എന്നുള്ളൊരിതുണ്ടായി. കുറച്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അവർ സംസാരിക്കാം, നമ്മൾ ഭയങ്കര സ്നേഹത്തിൽ ഒതുക്കിയൊക്കെയാണ് പറയുന്നത്. അപ്പം ആദ്യം അത്ര ഇതായില്ല, പിന്നെ അതൊക്കെ ആയിട്ട് സെറ്റായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര വിഷമം, മൊത്തം മിസ് ചെയ്യായി. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം എറണാകുളം നാട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോണു. ഭയങ്കര മനോഹരമായിട്ട് ആൻസർ പറയുന്നു, രസമുണ്ട് കേട്ടോ കേൾക്കാൻ. ഞാൻ വിചാരിക്കുകയായിരുന്നു ഇത് എത്ര കണക്ട് ചെയ്ത് എത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നു എന്നുള്ളത് രസമാണ്. അതേപോലെ തന്നെ അച്ഛൻ ആദ്യം പട്ടാളത്തിലായിരുന്നു, 25 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് പിന്നെ പോലീസിലേക്ക് പോയി. അപ്പൊ 2 ഫോഴ്സ്. അതെ, ഫുള്ള് ഇങ്ങനെ ഇതാണ്, നാടിന് സേവനം ചെയ്തോണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഒരു മനസ്സുള്ള ആളാണ് അല്ല. നമ്മളിപ്പോൾ 10-15 വർഷമൊക്കെ പട്ടാളം സേവനം ചെയ്തിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി വരികയും ഇവിടെ ചെറിയ സർവീസ് ചെയ്യാനൊക്കെ ശ്രമിക്കും. ഇത് 25 വർഷം അവിടെ സേവനം ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് സേവനം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇന്തൂസിയാസമാണ്. ജോലി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഭയങ്കര പാഷനേറ്റാ ചെയ്യുന്ന കാര്യത്തിൽ. എന്താണെങ്കിലും ഭയങ്കര ചിട്ടയാണ്, വൃത്തിയായിട്ടെല്ലാം ചെയ്യും. അങ്ങനത്തെ ഒരു ഞങ്ങള് ഇപ്പൊ അത് സോറി അച്ഛാ, ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 6 മണിക്കാണ് ട്രെയിൻ എന്നുണ്ടെങ്കിൽ 4 മണിക്ക് അവിടെ എത്തണം അച്ഛന്. അങ്ങനത്തെ ഒരു മനുഷ്യട്ട്. അപ്പൊ അവിടെ കിടന്ന് പിന്നെ തീപ്പൊരി പോലെ ഇറങ്ങി 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 ഞാനൊന്നും നീറ്റിട്ട് പോലും ഉണ്ടാവില്ല. ആ ഒരു ശീലം അത് പണ്ട് തൊട്ടേ പറയും. നമ്മൾ അത്രയും ഷാർപ്പായിരിക്കണം എന്ത് ചെയ്യുമ്പോഴും അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതിലാണ് ഞങ്ങൾ മെയിനായിട്ട് വഴക്കാവണത്. സമയം ഇപ്പൊ അത് ഗുണമായിട്ട് പറയുന്നത് 6:30 എത്തണം ഇവിടെ, 9 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് അവിടെ എത്തിയിരിക്കണം. അത് അപ്പൊ ഞാൻ അച്ഛനെ സ്മരിക്കും. അച്ഛൻ നിങ്ങൾ ശരിയായിരുന്നു. ആ ഒരു അവസ്ഥയാണ് ഇപ്പം. നമ്മൾ പണ്ട് തള്ളിക്കളഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ സ്വരുക്കൂട്ടിയാ വെക്കാണ്. ഓക്കെ, ഓരോന്നോരോന്നായിട്ട്. അതാണ് ഇപ്പത്തെ അവസ്ഥ. ഇങ്ങനെ വർത്താനം പറയാൻ പഠിച്ചേ? ഞാനോ? എനിക്കിഷ്ടമാണ് വർത്താനം പറയാൻ. പക്ഷെ ഭയങ്കര രസമായിട്ട് വർത്താനം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രൂമിങ്ങിനും ഈ പറയുന്ന അത് കഴിഞ്ഞിട്ട് കുറേ റൗണ്ട്സ് ഒക്കെ വരാനുണ്ട്. അപ്പം ചിട്ടയോടുകൂടി പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. സമയത്തിന് ഇത് പ്രാക്ടീസ് ചെയ്ത് തീർക്കുക, ഇവർക്ക് തലവേദന ഉണ്ടാക്കാതെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുക എന്നൊക്കെ പറയുന്നത് ഹെവി ടാസ്ക്കാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് എനർജി എടുക്കണം. എനിക്ക് തോന്നുന്നു കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് സംസാരിക്കുമ്പോൾ. അങ്ങനെ തന്നെയാണ് ഉള്ളും. എനിക്ക് കംഫർട്ടബിൾ ആയാൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും. അതാണ്. ഭയങ്കര ഫിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ് ആവും. അതാണ് അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ചെറിയൊരു സെഷൻ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാനൊന്ന് ക്ലോസ് ആവേണ്ട സമയം കഴിഞ്ഞു. അത് എന്നെ നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അവർ തന്ന ഒരു ക്ലാസ്സും ഒരു മെന്ററിങ് കിട്ടി ഞങ്ങൾക്ക്. അപ്പൊ അത് എന്നെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിച്ചു വന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഒരുപാട് ചിട്ടകളിലൂടെ പോവേണ്ടതുണ്ട്. ഒരു ചിട്ടയായിട്ടുള്ള ശീലം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് അച്ഛനെ സ്മരിച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാനും വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്താക്കും. ഒരു മോഹം എന്താ ഇവിടെ ഈ സ്റ്റേജിൽ ഇപ്പോൾ ഈ വേദിയിൽ വരെ എത്തുന്നത് നമ്മുടെ ഒരു മോഹമായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വേറെ കാര്യങ്ങളൊക്കെ മോഹിക്കണം. അപ്പോൾ എന്താണ് മനസ്സിലിപ്പോൾ ഉള്ളൊരു ആഗ്രഹം? അതാണ് എല്ലാവരും പറയും എനിക്ക് പ്ലേ ബാക്ക് ആവണം, അല്ലെങ്കിൽ നല്ല മ്യൂസീഷ്യൻസിനോട് വർക്ക് ചെയ്യണം. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ സെക്കൻഡറിയാ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനെന്നൊരു മ്യൂസീഷ്യൻ ഉണ്ട്. ഇപ്പോഴും ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ പഠിക്കാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പഠിച്ചെടുത്ത് എപ്പോൾ ഞാൻ ആ ഒരു ലെവലെത്തണോ അന്ന് ആ ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്നാ എൻ്റെ ആഗ്രഹം. അതാണ്. എനിക്ക് ഒരു സ്റ്റേജിൽ ഒരു ഭയവും ഇല്ലാതെ എൻ്റെ ഒരു 200% കൊടുത്ത് പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ എന്ന് പറ്റുന്നോ അന്നായിരിക്കും എൻ്റെ ജീവിതാഭിലാഷം. അളിയനത് സാധിക്കും. അളിയ എനിക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.